അപ്പോഴേ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ സിയാഗിയെയും അവളുടെ ക്യൂട്ട് കിറ്റിയുമാണ്. രണ്ടാളുടെയും ഫേവറേറ്റ് ഫുഡ് വെച്ച് നമുക്കൊരു ക്യൂട്ട് വാൾ ഡെക്കർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഐറ്റംസ് മതി. ആദ്യം തന്നെ കുറച്ച് കാർഡ്ബോർഡ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ അതിൽ ഫ്രെയിം കൂടി വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി എളുപ്പമാവും. എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ശേഷം ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്ത് അതിൽ വെച്ചിട്ട് സൈസ് അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി വേണ്ടത് ഇതുപോലുള്ള കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള തീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കിറ്റിയെ വരച്ചെടുക്കണം. സംഭവം സിമ്പിളാണ്. കാർഡ്ബോർഡ് എടുക്കുക, ഒരു കിറ്റിയെ വരച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ബ്ലഷും കൂടെ ചെയ്തേക്കും കേട്ടോ. നമ്മുടെ ഈ കിറ്റിക്ക് കുറച്ച് ഫ്ലഫി ഫുഡ്സാണ് ഇഷ്ടം. സിയാഗിക്കും ഒട്ടും മോശമല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ഇരിപ്പിടമാണ് ഉണ്ടാക്കേണ്ടത്. അതിനാദ്യം തന്നെ വേണ്ടത് ഒരു കമ്പി ബോയാണ്. ആ കമ്പി ബോയ് എടുത്ത് നമ്മളൊന്ന് നീട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ A4 ഷീറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വരച്ച് അതിനെ ആ പേപ്പർ വെച്ച് ഒന്ന് ചുറ്റിയെടുക്കുക. ശേഷം അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ടേപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫുഡ് ഐറ്റംസിനെ ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചരിവിലോ വളഞ്ഞോ നേരെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ സിയാഗി റെഡി ആയിട്ടുണ്ട്. ഇനി ആളെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന പോലെ സൈഡിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ആളെ നമുക്ക് ആ ഇരിപ്പിടത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യമേ തന്നെ സ്റ്റിക്ക് ചെയ്യരുത്, ഒന്ന് വെച്ച് സെറ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ A4 ഷീറ്റ് എടുത്തതിൻ്റെ കാരണം മനസ്സിലായല്ലോ. രണ്ടുപേരെ ഒന്ന് അറ്റാച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ A4 ഷീറ്റ് എടുത്തത്. ഇനി നമുക്ക് ഈ മിനി ഫ്രെയിം ഓരോന്നായിട്ടൊന്ന് പഞ്ച് ചെയ്തെടുക്കാം. ആദ്യം എളുപ്പമാണെന്നാണ് കരുതിയത്, പക്ഷേ ഇത്തിരി പാടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. നമുക്കിത് ഓരോന്നും നമ്മുടെ സിയാഗിയുടെ ഇരിപ്പിടത്തിൽ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നും ഇതുപോലെ പഞ്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള നൂലാണ്. നല്ല കട്ടിയുള്ള നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിലും എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡബിൾ സൈഡ് ടേപ്പ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാൾ ഡെക്കർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ആവശ്യമാണ്. അപ്പോൾ മിനി വാൾ ഡെക്കറാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ സിയാഗിയുടെയും കിറ്റിയുടെയും വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.